ശ്രീ ടി മധുസൂദനൻ. സാർ, 2011-16 വരെയുള്ള UDF ഭരണം കേരളത്തെ സാമ്പത്തികമായും വികസന രംഗത്തും സമ്പൂർണ്ണമായി തകർത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ കൈവരിച്ചിട്ടുള്ള മുന്നേറ്റത്തെ നീതി ആയോഗവും മറ്റ് കേന്ദ്ര ഏജൻസികളും അംഗീകരിക്കേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ കുറച്ചു കാണുന്നത്? മൂന്നാം LDF സർക്കാർ വരുമെന്ന ആശങ്കയിൽ നിന്നാണോ? വിശദീകരിക്കാമോ? സാർ, ഈ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയമായിട്ടെല്ലാം വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇങ്ങനൊരു നിലപാട് പ്രതിപക്ഷം എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ഒരുമിച്ച് നിന്ന് നമ്മൾ ചോദിക്കണം. ചില മേഖലകളിൽ അവരത് ചോദിക്കാനായിട്ട് സഹകരിച്ചിട്ടുണ്ട്, പക്ഷേ എപ്പോഴും അത് ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും കേരളത്തിനകത്ത് അത് ചെയ്യുന്നേ ഇല്ല. ഏത് കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്, കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ് നേതൃത്വം നമ്മളുമായി ചേർന്ന് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും സംസാരിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ പാർലമെൻറ്റിലും അതുപോലെ തന്നെ GST കൗൺസിലും എല്ലാം ഇക്കാര്യം ഉന്നയിക്കുമ്പോൾ കേരളത്തിനകത്ത് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള വിഷമം നമുക്കുണ്ട്. എന്തായാലും സാർ, ഇപ്പോൾ കേരളത്തിലൊരു LDFൻ്റെ മൂന്നാം സർക്കാർ, പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ച വീണ്ടും വരും എന്നൊരു ചർച്ച വരുന്നുണ്ട്. സന്തോഷകരമാണ്. അത് വളരെ സന്തോഷകരമായ ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ വരുമെന്നാണ് ജനങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത്.